ഹലോ ഗൈസ്, നമ്മളിന്ന് ടൂർ പോവുകയാണ്. എങ്ങോട്ടാണ്? രാമേശ്വരം. അപ്പം ബാക്കി നമുക്ക് വീഡിയോ കാണാം. അങ്ങനെ നമ്മൾ വീട്ടിലുള്ളവരോടൊക്കെ യാത്രയൊക്കെ പറഞ്ഞ് എല്ലാവർക്കും ടാറ്റയൊക്കെ കൊടുത്ത് ഇറങ്ങുവാണേ. ഏകദേശം ഒരു 8 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് നമ്മുടെ വണ്ടി വന്നു. അങ്ങനെ നമ്മൾ വണ്ടിയിൽ കയറി അടിച്ചു പൊളിച്ച് ഞങ്ങളിങ്ങനെ പോകുന്നു കേട്ടോ. അങ്ങനെ കമ്പമൊക്കെ എത്തി കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാവർക്കും വിശപ്പിൻ്റെ വിളി വന്നു. കമ്പത്തിനിപ്പുറം ഞങ്ങൾ നിർത്തി ഒരു കടയിൽ കയറി ഫുഡ് പറഞ്ഞു. 11 മണിയായി. പക്ഷേ ഫുഡ് വളരെ മോശമായിരുന്നു. നമ്മൾ ഉദ്ദേശിച്ച സാധനങ്ങളൊന്നും കിട്ടിയില്ല. പിന്നെ കിട്ടിയത് വെച്ച് കഴിച്ച് ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തു. ഏകദേശം ഒരു 2 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് എല്ലാവരും ഉറക്കം വരാൻ തുടങ്ങി. അങ്ങനെ ഒരു ചായയൊക്കെ കുടിച്ച് ഏകദേശം ഞങ്ങളൊരു 5 മണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾ പാമ്പം പാലത്തടുത്ത് വന്നു കേട്ടോ. അങ്ങനെ പാമ്പം പാലം എല്ലാം കണ്ട് നല്ല വ്യൂ ഒക്കെ കണ്ട് ട്രെയിനൊക്കെ പോകുന്നത് കണ്ട് അങ്ങനെ നിൽക്കുമ്പോഴാണ് താഴെ ചേട്ടന്മാർ വല കുടയുന്നത് കണ്ടത്. അങ്ങനെ വല കുടയുന്ന ചേട്ടന്മാരുടെ അടുത്തേക്ക് ചെന്ന് കേട്ടോ. അപ്പോൾ നല്ല ഫ്രഷ് മീനാണ്, നല്ല അടിപൊളി മീനാണ്. പക്ഷേ വൃത്തി എന്ന് പറഞ്ഞ സാധനം അവരുടെ അടുത്തൂടെ പോലും പോയിട്ടില്ല. ആ വൃത്തിഹീനമായ സ്ഥലത്തിട്ടാണ് അവർ മീൻ കുടയുന്നത്. അപ്പോൾ അങ്ങനെ അവർ മീൻ കുടയുന്നതും മീൻ കൊട്ടയിലാക്കുന്നതും എല്ലാം കണ്ട് ഞങ്ങൾ മീൻ ചന്തയ്ക്കകത്തോട്ട് കയറി കേട്ടോ. പക്ഷേ അവിടെ വെറൈറ്റി മീനുകളും ഞണ്ടുകളും ലേലം വിളിയാണ് കേട്ടോ. എല്ലാ മീനുകളും ലേലം വിളിച്ചാണ് അവർ കൊടുക്കുന്നത്. അങ്ങനെ കുറേ കാഴ്ചകൾ കാണാൻ സാധിച്ചേ. അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ പതുക്കെ അതിനകത്തുനിന്ന് ഇറങ്ങി. അപ്പോഴാണ് പറയുന്നത് നമ്മുടെ ഡബിൾ ടയർ വണ്ടി ആയതുകൊണ്ട് നമ്മുടെ വണ്ടി അകത്തേക്ക് കയറ്റി വിടത്തില്ല, ധനുഷ്കോടിക്ക് വിടത്തില്ല. ഇവിടുന്ന് സിംഗിൾ ടയർ വണ്ടികൾക്കോ പോകാൻ പറ്റത്തുള്ളൂ. അങ്ങനെ നമ്മളവിടെ നിന്ന് ഒരു സിംഗിൾ ടയർ വണ്ടി വാടകയ്ക്ക് വിളിച്ച് നമ്മൾ ധനുഷ്കോടിയിലോട്ട് പോവുകയാണ് കേട്ടോ. പക്ഷെ ഭയങ്കര ചൂടാണ്, നമുക്ക് സഹിക്കാൻ മേലാത്ത രീതിയിലുള്ള ചൂടാണ് കേട്ടോ. ഇടുക്കിയിലെ ചൂടൊന്നും ഒരു ചൂടേ അല്ല. അങ്ങനെ ഫാനും AC ഒന്നും ഇല്ലാത്ത വണ്ടിക്കകത്ത് പുഴുങ്ങി ഞങ്ങൾ ധനുഷ്കോടിയിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. അങ്ങനെ ധനുഷ്കോടിയിലേക്ക് പോകുന്നുള്ള യാത്രയാണ്. അതൊരു 1964 സുനാമിയിൽ നശിച്ചു പോയൊരു പള്ളിയാണ്. അങ്ങനെ നമ്മൾ ധനുഷ്കോടിയിലെ അതികഠിനമായ ചൂടിനകത്ത് 1-2 ഫോട്ടോയൊക്കെ എടുത്ത് വീഡിയോ ഒക്കെ എടുത്ത് ഞങ്ങൾ അവിടെ ലൈറ്റ് ഹൗസ് ഉണ്ട്, ലൈറ്റ് ഹൗസിൽ വന്നു. ആ ലൈറ്റ് ഹൗസിലെ കാഴ്ചകളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഫുള്ള് നല്ല അടിപൊളി ഒരു വ്യൂ ആണ് കേട്ടോ. അങ്ങനെ അവിടുത്തെ കാഴ്ചകൾ കണ്ടിറങ്ങിയപ്പോൾ തന്നെ എല്ലാവർക്കും വിശക്കാൻ തുടങ്ങി. അങ്ങനെ അവിടുന്ന് ചോറും മീൻ വറുത്തതും മീൻകറിയൊക്കെ കൂട്ടി ഊണുണ്ട്. ഞങ്ങൾ റൂമിലോട്ടെത്തി. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.